Seventh chapter, System of Particle and Rotational Motion, Part 1. Center of mass. It is a point at which whole mass is concentrated. ഒരു ബോഡിയുടെ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്, ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. എന്താണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി? ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ഹോൾ വെയിറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ്. ഇവിടെ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എല്ലാ വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയിലെ പോയിന്റ്, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. What is angular momentum? Capital L എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ ടേണിംഗ് എഫക്ട് ഓഫ് ബോഡി. ഒരു ബോഡിയുടെ ടേൺ ചെയ്യാനുള്ള എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. അത് കണ്ടെത്താനുള്ള ഫോർമുല L ഈസ് ഈക്വൽ ടു R ക്രോസ് P ആണ്. ഇതിൽ R എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ റേഡിയസ് ആണ്. അതുപോലെ തന്നെ P എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം കാണാനുള്ള ഫോർമുല നമുക്കറിയാം, P ഈസ് ഈക്വൽ ടു mv ആണ്. ഇനി എന്താണ് ടോർക്ക്? ടോ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർക്ക്. നേരത്തെ നമ്മൾ ടേണിംഗ് എഫക്ട് ഓഫ് ബോഡി പറഞ്ഞു, അതിനെ ആംഗുലാർ മൂവ്മെന്റ് എന്ന് വിളിച്ചു. ഇവിടെ ടോർക്ക് കാണാനുള്ള ഫോർമുല ടോ ഈസ് ഈക്വൽ ടു R ക്രോസ് F ആണ്. R നേരത്തെ പറഞ്ഞ പോലെ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ റേഡിയസ്, F ഫോഴ്സ് ആണ്. ഇനി റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ മൂവ്മെന്റം L ആൻഡ് ടോർക്ക് ടോ നമ്മൾ നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ L ഈസ് ഈക്വൽ ടു R ക്രോസ് P എന്നുള്ള ഫോർമുല എടുക്കുന്നു. ഇവിടെ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്, dl/dt എടുക്കുകയാണ്. dl/dt എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ രണ്ട് ടേമുകൾ ഇവിടെ വരും. ഫസ്റ്റ് ടേമിനെ അതുപോലെ നിർത്തി എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു, അതാണ് dp/dt. ഇനി ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എടുത്തു, ക്രോസ് എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ ടേമിനെ അതുപോലെ ഇവിടെ നിലനിർത്തി. അങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഇനി dp/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റ് ആണ്, അത് ഫോഴ്സിന് ഈക്വൽ ആണ്. അപ്പൊ dp/dtക്ക് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, F എന്ന് എഴുതി. അതുപോലെ തന്നെ dr/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അത് വെലോസിറ്റി ആണ്. അപ്പൊ dr/dtക്ക് പകരം നമ്മൾ v എന്ന് കൊടുത്തു ഇവിടെ. അതുപോലെ തന്നെ p എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി ആണ്, അതുകൊണ്ട് p ക്ക് പകരം നമ്മൾ mv കൊടുത്തു. ഇനി ഈ v ക്രോസ് v യുടെ വാല്യൂ 0 ആണ്, vv sin 0 എന്ന് വരും. അതുകൊണ്ട് ഈ സെക്കൻഡ് ടേമിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ R ക്രോസ് F പ്ലസ് 0 എന്ന് കൊടുത്തു. R ക്രോസ് F എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം R ക്രോസ് F ന്റെ വാല്യൂ എന്താണ്, ടോന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് R ക്രോസ് F ന് പകരം ഇവിടെ എന്ത് കൊടുത്തു, ടോ എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് റിലേഷൻ കിട്ടി, dl/dt ഈസ് ഈക്വൽ ടു ടോ. ഇനി എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ ദ സിസ്റ്റം, ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. ഒരു സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതുപോലെ നേരത്തെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പഠിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം, ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. നമുക്ക് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന്റെ പ്രൂഫ് നോക്കാം. ഇവിടെ നമ്മൾ പഠിച്ചു dl/dt ഈസ് ഈക്വൽ ടു ടോ എന്ന്. ടോ 0 ആവുന്ന സമയത്ത് dl/dt വാല്യൂ 0 ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്, L ഈസ് എ കോൺസ്റ്റന്റ്. ഇനി എന്താണ് ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് ആംഗുലാർ മൊമെന്റം? ആംഗുലാർ മൊമെന്റത്തിന്റെ ജിയോമെട്രിക്കൽ മീനിങ് ഇതാണ്, L ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു ഏരിയൽ വെലോസിറ്റി. അതായത് 2m ഇൻറ്റു ഏരിയൽ വെലോസിറ്റിനെ നമുക്ക് dA/dt എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ m എന്താണ്, മാസ് ആണ്. നമ്മൾ അതിന്റെ പ്രൂഫ് നോക്കണം. ഇനി ഫിഗർ നോക്കുന്നു. ഈ ഫിഗറിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കാണുകയാണ്. ഹാഫ് BH ആണ് ജനറൽ ഫോർമുല, ഹാഫ് ഇൻറ്റു R ഇൻറ്റു dr. ഇനി നമ്മൾ dA/dt എടുക്കുന്നു. അപ്പൊ ഹാഫ് R ഇൻറ്റു dr/dt കൊടുത്തു. ഇനി dr/dt എന്ന് പറഞ്ഞാൽ vക്ക് ഈക്വൽ ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു പറഞ്ഞാൽ dA/dt ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു R ഇൻറ്റു v. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് P ഈസ് ഈക്വൽ ടു mv. അപ്പൊ vക്ക് പകരം p/m കൊടുക്കാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി, dA/dt ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു R ഇൻറ്റു p/m. ഇതില് R ക്രോസ് P എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ R ക്രോസ് P എന്ന് പറയുന്നത് L-ന് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി, dA/dt ഈസ് ഈക്വൽ ടു L/2m. ഇതിൽ നിന്ന് L ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 2m ഇൻറ്റു dA/dt. ഇതാണ് ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് ആംഗുലാർ മൊമെന്റം. ഇനി എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ? റൊട്ടേഷണൽ ഇനേർഷ്യ ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. റൊട്ടേഷണൽ ഇനേർഷ്യനെ മെഷർ ചെയ്യുന്നത് എന്തിന്റെ ടേമിലാണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ടേമിലാണ്.
നമ്മളൊരു ഫിഗർ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ മാസ് എം ആണ് ബോഡിയുടെ. അത് XY ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാണ്. XY ആക്സിസും എമ്മും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഫോർമുല I is equal to mr² എന്നാണ്. അതിൽ I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ, m മാസ്, r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ബോഡിയും ആ XY ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് r എന്ന് പറയുന്നത്. ഇനി തിയറംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതിൽ ഫസ്റ്റ് തിയറം പാരലൽ ആക്സിസ് തിയറം. അതിലൊരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു ബോഡി, ആ ബോഡി ഇതൊരു ബോഡിയാണ്, ഈ റാൻഡം ഷേപ്പിലുള്ള ഒരു ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് നമുക്ക് കാണേണ്ടത് അബൌട്ട് ദ ആക്സിസ് XY. ഈ XY ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ബോഡിയിലെ ഈ പോയിന്റ് ആണ് അതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. ആ ആക്സിസിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ I0 ആണ്. അതുപോലെ തന്നെ XY ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ I ആണ്. ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണ്. ഈ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് m ആണ്. ഇനി നമ്മളെ പാരലൽ ആക്സിസ് തിയറം അതാണ്. I is equal to I0 plus mr². ഇതിൽ I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് XY ആക്സിസ്, അതുപോലെ തന്നെ m മാസ് ഓഫ് ദി ബോഡിയാണ്, r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ആക്സസ്, അതുപോലെ തന്നെ I0 എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ബോഡി അബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ഓഫ് മാസ്. അപ്പോൾ I0 എന്ന് പറയുന്നത് ഈ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഈ ആക്സിസിന് XY ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ നമ്മൾ 3 ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണുന്നു. X ആക്സിസിലെ IX, Y ആക്സിസിലെ IY, Z ആക്സിസിലെ IZ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് IZ is equal to IX plus IY. ഇതിൽ IZ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് Z ആക്സിസ്, IX മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് X ആക്സിസ് ആൻഡ് IY മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് Y ആക്സിസ്. ഇനി എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? K എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. It is the perpendicular distance between center of mass and the axis of rotation. Center of mass ഉം axis of rotation തമ്മിലുള്ള perpendicular distanceനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Radius of gyration എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ I is equal to നമ്മൾ mr² പഠിച്ചുകൊണ്ട് അതിന് പകരം എന്ത് കൊടുക്കുക? I is equal to mk². ഇതിൽ K നെ വിളിക്കുന്ന പേരാണ് radius of gyration. ഇനി kinetic energy of a rotating body അല്ലെങ്കിൽ relation between kinetic energy and moment of inertia. കൈനറ്റിക് എനർജി കാണാനുള്ള ജനറൽ ഫോർമുല നമുക്കറിയാം. K is equal to half mv² ആണ്. പക്ഷെ V is equal to r omega നമുക്കറിയാം. അപ്പൊ v² is equal to r² omega². അപ്പൊ കൈനറ്റിക് എനർജി is equal to half into m into r² omega². ഇതിൽ mr² എന്ന് പറഞ്ഞാൽ I ആണ്. അപ്പൊ ഈ ഇവിടത്തെ ഈ mr² പകരം നമ്മൾ ഈ mr² പകരം നമ്മൾ I കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? K is equal to half I omega². ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഫോർമുല. K is equal to half I omega².